ഹായ് എവരിവൺ, വേദഗണിതം വേദിക് മാത്സിൻ്റെ 45-ാം അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. അപ്പോൾ ഈ ഒരു അധ്യായത്തിൽ നമ്മൾ പറയാൻ പോകുന്നത് ഡിവിസിബിലിറ്റി റൂൾ ഓഫ് 18 ആണ്. ഒരു നമ്പറിനെ 18 കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ്. അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. 18 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ആ നമ്പറിനെ നമുക്ക് 2 കൊണ്ടും 9 കൊണ്ടും കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു നമ്പർ 18 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ആ നമ്പർ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം, അതുപോലെ 9 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. ഈ രണ്ട് ഡിവിസിബിലിറ്റി റൂളും സിമ്പിൾ ആയിട്ടുള്ള റൂളുകളാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഒന്നാമത്തത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം, അതുപോലെ 9 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം. ഈസി ആയിട്ട് 2 ചെക്ക് ചെയ്യാൻ പറ്റും. യൂണിറ്റ് പ്ലേസ് ഈവൺ നമ്പർ ആയതുകൊണ്ട് തന്നെ 6 ആണ് ഈവൺ നമ്പർ. ഈ എടുത്തിരിക്കുന്ന എക്സാമ്പിളിന്റെ യൂണിറ്റ് പ്ലേസ് 6 ആണ്. അത് ഈവൺ നമ്പർ ആയതുകൊണ്ട് ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 2 ആണ്. ഇനി 9 ആണ് ചെക്ക് ചെയ്യേണ്ടത്. 9 ചെക്ക് ചെയ്യുമ്പോൾ ചെയ്യേണ്ടത് സം ഓഫ് ദ ഡിജിറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 9 ഓർ നോട്ട്. അപ്പോൾ ഇതിന്റെ സം ഓഫ് ദ ഡിജിറ്റ് ഡിവിസിബിൾ ബൈ 9 ആണെങ്കിൽ നമ്പറും എന്തായിരിക്കും, ഡിവിസിബിൾ ബൈ 9 ആയിരിക്കും. സം ഓഫ് ദ ഡിജിറ്റ് നോക്കാം. 2 പ്ലസ് 3 പ്ലസ് 9 പ്ലസ് 0 പ്ലസ് 7 പ്ലസ് 6. ഇത് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് 2 പ്ലസ് 3 5, 9 14, 14 പ്ലസ് 7 21 പ്ലസ് 6 27 കിട്ടും. നമുക്കറിയാം ഈ 27 എന്ന് പറയുന്ന നമ്പർ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 9 ആണ് അല്ലേ. അപ്പോൾ ഈ ഒരു നമ്പർ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 9 ആണെന്ന് കിട്ടി. അപ്പോൾ ഈ ഒരു നമ്പർ 2 കൊണ്ടും 9 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. therefore നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 18. ഇതാണ് 18ന്റെ ഡിവിസിബിലിറ്റി റൂൾ വരുന്നത്. അപ്പോൾ 2ഉം 9ഉം മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അങ്ങനെയാണെങ്കിൽ അത് 2 കൊണ്ടും 9 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 18 എന്ന് പറയാം. ഒരു എക്സാമ്പിളിലൂടെ നോക്കാം. 4 8 3 6 5 1 9 5 4. ഓക്കെ, ഈ ഒരു ഡിജിറ്റ് നമ്പറാണ് അല്ലേ. 18 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം എന്ത് ചെക്ക് ചെയ്താൽ മതി, 2ഉം 9ഉം മാത്രം ചെക്ക് ചെയ്താൽ മതി. സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ്. നേരിട്ട് നോക്കിയാൽ മനസ്സിലാവും. 4 ആണ് യൂണിറ്റ് പ്ലേസോ, അതുകൊണ്ട് ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 2 അല്ലേ. അത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പറാണ്. ഇനി 9 ചെക്ക് ചെയ്യാൻ 4 പ്ലസ് 8 പ്ലസ് 3 പ്ലസ് 6 പ്ലസ് 5 പ്ലസ് 1 പ്ലസ് 9 പ്ലസ് 5 പ്ലസ് 4 അല്ലേ. അഡീഷൻ ആണ്. ഇൻ ഡിജിറ്റിന്റെ അഡീഷൻ സമ്മ നോക്കാം. 12 പ്ലസ് 3 15, 15 പ്ലസ് 6 21 പ്ലസ് 5 26 പ്ലസ് 1 27, 27 പ്ലസ് 9 36, 36 പ്ലസ് 5 41 പ്ലസ് 4 45 കിട്ടും. നമുക്കറിയാം 45 ഈസ് ഡിവിസിബിൾ ബൈ 9. 9 into 5 ആണ് 45. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 9 ആണ്. ഈ നമ്പറും എന്തായിരിക്കും, കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 9 ആയിരിക്കും. അപ്പോൾ ഈ ഒരു വലിയ ഡിജിറ്റ് നമ്പർ 2 കൊണ്ടും 9 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. therefore this number is completely divisible by 18 എന്ന് പറയാം. ഇതാണ് 18ന്റെ ഡിവിസിബിലിറ്റി റൂൾ വരുന്നത്. ഓക്കെ, സിമ്പിളാണ്. 2 കൊണ്ടും 9 കൊണ്ടുമുള്ള റൂൾ മാത്രം ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്പർ ഈസ് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 18. ഓക്കെ, ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ മറ്റൊരു ട്രിക്കുമായിട്ട് വരാം. ടിൽ ദെൻ